ഇപ്പോൾ ഈ പാരഡി ഗാനം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു തലവേദനയായി മാറി എന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ശബരിമല വിവാദം, ഈ സ്വർണ്ണ കൊള്ള ആ കൊള്ളയ്ക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPI പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഈ പരാജയ കാരണങ്ങൾ വിലയിരുത്തുന്നതിൽ ഇടതുപക്ഷ മുന്നണിക്ക് പരാജയമാണ് സംഭവിച്ചത്. PM-ശ്രീയും അതുപോലെ ശബരിമല വിഷയവും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ മുന്നണിക്കുമെതിരെ വിധി എഴുതാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്ന് CPI പോലും സമ്മതിക്കുന്നു. ഇവിടെ 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിവരക്കേട്, ഏറ്റവും വലിയ തമാശ, ആ തമാശയാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇതിനെതിരെ കേസെടുത്ത് ഗാനം എഴുതിയ, ഗാനം ട്യൂൺ ചെയ്ത, ഗാനം ആലപിച്ച എല്ലാവരെയും അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് കേരളത്തിലെ മുഴുവൻ MP-മാരും ഈ ഗാനം ആലപിച്ചിട്ടുണ്ട്, വിഷ്ണുനാഥ് ആലപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കേസെടുത്ത് അറസ്റ്റ് ചെയ്യുമെന്നാണ്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയോട് ഞാൻ പറയാം, നിങ്ങളങ്ങനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാനാണ് ഭാവമെങ്കിൽ കേരളത്തിലെ ജയിലുകൾ പോരാതെ വരും. കാരണം ഇനി അങ്ങോട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞങ്ങൾ ഈ ഗാനം തുടർച്ചയായി ആലപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ രാഷ്ട്രീയ നേതൃത്വത്തെ അറസ്റ്റ് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന, ഇപ്പോൾ രണ്ടുപേരും അറസ്റ്റ് ചെയ്ത് ജയിലിനകത്ത് കിടക്കുകയാണ്. 2 ഉന്നതന്മാരായ നേതാക്കന്മാർ ജയിലിനകത്ത് കിടന്നിട്ട് അവർക്ക് മുൻകൂർ ജാമ്യം നിരവധി പ്രാവശ്യം കോടതി തള്ളിയിട്ട് അവരിപ്പോൾ അക്യൂസ്ഡ് മാത്രമല്ല, കൾപ്രിറ്റിന് സമാനമാണ്. അവർ ശിക്ഷ അനുഭവിക്കുന്നതിന് തുല്യമാണ്. കോടതി അസന്നിഗ്ധമായി ഈ സ്വർണ്ണക്കള്ളക്കടത്തിലെ, ഈ സ്വർണ്ണക്കൊള്ളയിലെ 2 നേതാക്കന്മാരുടെയും പങ്കാളിത്തം, 2 ദേവസ്വം ബോർഡ് മെമ്പർമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ, അവരുടെ പങ്കാളിത്തം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകണം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് പോകണം.